السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. ബഹുമാനമുള്ള ഈ മഹാസംഗമത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം ഇവിടെ സംഗമിച്ചതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടവും ഈ സമയവും അല്ലാഹു തൃപ്തിപ്പെട്ട സമയമായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറ ആലി ഇംറാന്റെ 133-ാമത്തെ ഒരു സൂക്തമാണ് ആമുഖത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അല്ലാഹു പറയുന്നത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം നേടിയെടുക്കാൻ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനം ലഭ്യമാക്കാൻ നിങ്ങൾ ധൃതി കൂട്ടണേ. ഉഇദ്ദത്തുൽ മുത്തഖീൻ. ആ സ്വർഗം അല്ലാഹു തയ്യാറാക്കി വച്ചിരിക്കുന്നത് പടച്ചവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങൾക്കാണ്, മുത്തഖീങ്ങൾക്കാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി നാം ലക്ഷ്യമാക്കുന്നതാണ് സ്വർഗം നേടുക എന്നത്. ആ സ്വർഗം ലക്ഷ്യമാക്കിയാണ് നാം ഇവിടെ സംഗമിച്ചത്. നമ്മുടെ ഓരോ സൽപ്രവർത്തനങ്ങളും സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ടാണ്. സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പണിയെടുക്കുന്നവരുമാണ് വിശ്വാസികൾ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണേ. മറ്റൊരു ഭാഗത്ത് പടച്ച റബ്ബ് പറഞ്ഞത്, വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം നേടിയെടുക്കാൻ നിങ്ങൾ മത്സരിച്ച് മുന്നേറണേ. പടച്ച റബ്ബ് വിശ്വാസി സമൂഹത്തോട് പറയുകയാണ്. പ്രവാചകത്തിന്റെ തിരുചുണ്ടിൽ നിന്നും ഈ ആയത്ത് ആദ്യം കേട്ട സ്വഹാബത്ത് അവർ മത്സരിക്കുകയായിരുന്നു സ്വർഗത്തിന് വേണ്ടി. പ്രവാചക ശ്രേഷ്ഠന്റെ അടുക്കലേക്ക് പലപ്പോഴും സ്വഹാബത്ത് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ്, ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്, ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലല്ലാഹ്. സ്വർഗത്തിലേക്ക് മത്സരിച്ച് മുന്നേറാൻ കഴിയുന്ന ശ്രേഷ്ഠമായ കർമ്മം എന്താണ് റസൂലേ? ഞങ്ങൾ നമസ്കരിക്കുന്നവരാണ്. അയ്യു സ്വലാത്തി അഫ്ളലു യാ റസൂലല്ലാഹ്. ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് പ്രവാചക? ഞങ്ങൾ സ്വദഖ ചെയ്യുന്നവരാണ്. അയ്യു സ്വദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്ന് പലപ്പോഴും ചോദിച്ച ചോദ്യങ്ങളാണ്. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരുപറ്റം പാപങ്ങളായ സ്വഹാബത്ത് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങളും ഇവിടെയുള്ള സമ്പന്നരായ സ്വഹാബത്തും നമസ്കരിക്കുന്നുണ്ട്.
അവര് നോമ്പെടുക്കുന്നു, ഞങ്ങളും നോമ്പെടുക്കുന്നുണ്ട്. അവർ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഞങ്ങളും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് സമ്പത്തുണ്ട്, അതിന്റെ പേരിൽ അവർ ദാനധർമ്മം ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് ഞങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ അവരാണല്ലോ മുത്തുനബിയെ. അവരോടൊപ്പം സ്വർഗത്തിലേക്ക് മത്സരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ നബിയെ. ഞങ്ങളെക്കാൾ സ്വർഗത്തിലേക്ക് ഒരു പടി മുന്നിൽ അവർ നിൽക്കുന്നു. അവരോടൊപ്പം മത്സരിച്ച് മുന്നേറാൻ കഴിയുന്ന സൽക്കർമ്മം എന്താണ് നബിയെ? പാപങ്ങളായ ഒരു പറ്റം സ്വഹാബത്ത് കടന്നു വന്നിട്ട് പ്രവാചകമുത്തിനോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയത്തെ മൗനത്തിന് ശേഷം സ്വഹാബത്തിനോട് പറഞ്ഞു, സബ്ബിഹു വമജ്ജിദു വകബ്ബിറു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ എണ്ണം നിശ്ചയിച്ചു കൊടുത്തിട്ട് പ്രവാചകൻ പറഞ്ഞു, നമസ്കാരം കഴിയുമ്പോൾ നിങ്ങൾ ചൊല്ലിക്കോ. ഇവിടെയുള്ള സമ്പന്നരോടൊപ്പം സ്വർഗത്തിലേക്ക് മത്സരിക്കാൻ കഴിയുന്ന ഇതിനേക്കാളും വലിയ ഒരു കർമ്മമില്ല സ്വഹാബത്തെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പാപങ്ങളായ സ്വഹാബത്ത് വളരെ സന്തോഷത്തോടു കൂടി പ്രവാചകന്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോയി. അടുത്ത വക്കത്ത് നമസ്കാരം കഴിഞ്ഞു അവർ ചൊല്ലാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സമ്പന്നരായ സ്വഹാബത്ത് പാപങ്ങളായ സ്വഹാബത്തിന്റെ തിരുചുണ്ടിലേക്ക് ഉറ്റു നോക്കുകയാണ്. തങ്ങൾക്ക് കിട്ടാത്ത ഏതോ തിരുവചനം അവർക്ക് കിട്ടിയിരിക്കുന്നു. എന്താണ് എന്നവർ മനസ്സിലാക്കുകയാ. അവരും ചൊല്ലാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹ്. അവരും ഏറ്റെടുത്തു, അല്ലാഹു അക്ബർ. അവരും പറയുകയാണ്, അൽഹംദുലില്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അതേ ദിക്ർ ഏറ്റെടുക്കുകയാണ്. അടുത്ത വക്കത്ത് നമസ്കാരം കഴിഞ്ഞ് പാപങ്ങളായ സ്വഹാബത്ത് നിറക്കണ്ണുകളോടുകൂടി പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെയുള്ള സമ്പന്നരോടൊപ്പം മത്സരിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു കർമ്മം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തന്നു. ഞങ്ങളത് ചൊല്ലി, ഞങ്ങളത് ഏറ്റെടുത്തു. പക്ഷേ ഇവിടെയുള്ള സമ്പന്നരായ സ്വഹാബത്തും അത് ഏറ്റെടുത്തിരിക്കുന്ന റസൂലേ. അവരും പറയുന്നു, സുബ്ഹാനല്ലാഹ്. അവരും ചൊല്ലുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പോഴും സ്വർഗത്തിലേക്ക് മത്സരിച്ച് മുന്നേറുന്ന വിഷയത്തിൽ ഞങ്ങളെക്കാൾ അവരും മുന്നിലാണല്ലോ, അവരൊരു പടി മുന്നിലാണല്ലോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു എന്നത് പടച്ചവന്റെ ഫളിലാണ്. അതിന്റെ പേരിൽ ബേർജാറായിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മടക്കി അയക്കുന്നു ആ സ്വഹാബത്തിനെ. സഹോദരങ്ങളെ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ആമുഖത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് മഹാന്മാരായ സ്വഹാബത്തും മത്സരിക്കുകയായിരുന്നു സ്വർഗത്തിന് വേണ്ടി. സ്വർഗം നേടിയെടുക്കാൻ സ്വഹാബത്തും മത്സരിക്കുകയായിരുന്നു. ഏതെല്ലാം കർമ്മങ്ങളാണ് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്, സ്വർഗത്തിലേക്ക് മത്സരിക്കാൻ കഴിയുന്നത്, അത് ഒപ്പിയെടുക്കാൻ സ്വഹാബത്ത് ആവേശം കാണിച്ചു. വിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും പറയുന്നു, വസാരിഖു വസാബിഖു. വിശ്വാസികളെ, നിങ്ങൾ ധൃതി കാണിക്കണേ, നിങ്ങൾ മത്സരിക്കണേ സ്വർഗത്തിന് വേണ്ടി. സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണേ എന്ന് നമ്മോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ കഴിയുന്ന നിരവധി കർമ്മങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തന്നു. വിശ്വാസികളോട് അത് ഏറ്റെടുക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബത്തെ, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ, സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് മത്സരിച്ച് മുന്നേറാൻ കഴിയണമെങ്കിൽ ആ സ്വർഗത്തിന്റെ താക്കോല് നിങ്ങൾ കരഗതമാക്കണം, സ്വർഗത്തിന്റെ ചാവി കരഗതമാക്കണം. പൂട്ടിയിട്ടിരിക്കുന്ന ഒരു വീട് തുറന്നെങ്കിലേ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമല്ലോ. സ്വർഗത്തിന്റെ താക്കോല് കരഗതമാക്കിയെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയൂ. ആവേശത്തോടുകൂടി സ്വഹാബത്ത് ചോദിച്ചു, മാ മിഫ്താഹുൽ ജന്നത്തി യാ റസൂലല്ലാഹ്. ഹബീബായ പ്രവാചക, സ്വർഗത്തിന്റെ താക്കോൽ എന്താണ് റസൂലേ? സ്വർഗത്തിന്റെ താക്കോൽ എന്താണ് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതൊരു മനുഷ്യനും സ്വർഗത്തിന്റെ അകത്തളത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്വർഗത്തിന്റെ താക്കോലാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കരഗതമാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, സ്വർഗത്തിന്റെ താക്കോല് നിങ്ങൾ കരഗതമാക്കണേ,
അത് ലാ ഇലാഹ ഇല്ലല്ലയാ. ലാ ഇലാഹ ഇല്ലല്ലയുടെ സ്ഥാനം വലുതാണ് നമുക്കറിയാം, അതിന്റെ മഹത്വം വലുതാണ് നമുക്കറിയാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചു, പ്രവാചകർ, അല്ലാഹുവേ, അല്ലാഹുവുമായിട്ടടിക്കാൻ, നിന്നെ മാത്രം ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ കഴിയുന്ന ഒരു വചനം പഠിപ്പിച്ചാലും റബ്ബേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മറുപടി പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതികരണം, അല്ലാഹുവേ, എല്ലാവരും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണല്ലോ, എല്ലാവരും പ്രബോധനം ചെയ്തതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണല്ലോ, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണല്ലോ. അല്ലാഹുവേ, എനിക്ക് മാത്രമായിട്ട് ഉന്നതമായൊരു ദിക്ർ പഠിപ്പിക്കാനാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രതികരണം എന്ത്? മൂസ, ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വ വസ്തുക്കളും ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുതട്ടിൽ വെച്ചാൽ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, മൂസ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തുലാസിനായിരിക്കും ഭാരം കൂടുന്നത്, അതിന്റെ സ്ഥാനം മഹോന്നതമാണ്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു റബ്ബുൽ ഇസ്സത്ത്. അത്രമാത്രം ഉന്നത സ്ഥാനമുള്ള ഒരു കലിമത്ത്. അതൊരാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? സ്വർഗത്തിന്റെ താക്കോല് കരഗതമാക്കാൻ കഴിയുമോ? ഇന്ന് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. മാതാക്കള് തങ്ങളുടെ ചോര പൈതലുകളെ ആട്ടിയുറക്കാൻ ഈണത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറുണ്ട്. ഉറൂസുകളിൽ ഉയർത്തുന്ന പതാകകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. ജാറം മൂടുന്ന തുണികളുടെ മേലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനോഹരമായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്. വീടിന്റെ മുന്നിലേക്ക് വന്നിട്ട് തന്റെ ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി പല യാചകരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലാറുണ്ട്. ഒരു വിഭാഗം മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ഇതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാൾക്ക് സ്വർഗത്തിന്റെ താക്കോല് കരഗതമാക്കാൻ കഴിയുമോ? ഇല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. അല്ലാഹുവാണ് തന്റെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിക്കുക. അങ്ങനെ പ്രഖ്യാപിക്കൽ കൊണ്ട് മാത്രമായിട്ടില്ല, അതിനോട് നിങ്ങൾ കൂറു പുലർത്തിയാൽ ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗാവകാശികൾ. സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയോട് കൂറു പുലർത്തേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ തന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ലാ ഇലാഹ ഇല്ലല്ലയോട് കൂറു പുലർത്തണം. പ്രയാസങ്ങളും പ്രതിസന്ധികളുടെയും പടവുകൾ താണ്ടി കടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് എന്ന അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി പടച്ചവനിൽ ഏൽപ്പിക്കാൻ കഴിയുന്നവനുണ്ട്. അവനാണ് ലാ ഇലാഹ ഇല്ലല്ലയോട് കൂറു പുലർത്തുന്നവൻ. അവനാണ് ലാ ഇലാഹ ഇല്ലല്ലയോട് കൂറു പുലർത്തുന്നവർ. പ്രവാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ഒരുപാട് പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ താണ്ടിപ്പോകുന്നവരാണ് നാം. പലപ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലെ അചഞ്ചലമായിട്ട് വിശ്വസിക്കുന്നതിനോടൊപ്പം പടച്ചവനിൽ പൂർണ്ണമായും ഭരമേൽപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലയോട് കൂറു പുലർത്തിയവനാണ് എന്ന് പറയാൻ കഴിയും. നമുക്കറിയാം, പരീക്ഷണം എന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ പിടിച്ചു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സുഖങ്ങൾ കൊണ്ട് നിർമ്മിതമല്ല മനുഷ്യജീവിതം. അവരുടെ കൂടപ്പിറപ്പാണ് പലപ്പോഴും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ സുമ്മൽ അംസലു ഫൽ അംസൽ. ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായിട്ടുള്ളത് ഒന്നാമത് പ്രവാചകന്മാരാണ്. അല്ലാഹുവുമായിട്ട് അടുത്തവരാണ്, പിന്നീട് അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. പരീക്ഷണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും അല്ലാഹു പരീക്ഷിച്ചു വ്യത്യസ്ത തരത്തിൽ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരിടേണ്ടി വന്ന ഒരു പരീക്ഷണം നമുക്കറിയാം.
മഹാനായ ആദം നബിയുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ആയുധമെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്ന സംഭവം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദം നബിയുടെ മകൻ ഹാബീൽ കാബീലിനെതിരെ ആയുധമേന്തിയ രംഗം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം താൻ ജന്മം നൽകിയ പൊന്നുമകൻ തന്റെ കൺമുമ്പിൽ വെച്ച് ആയുധമെടുക്കുന്ന രംഗത്തിന്, അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരയാകുകയുണ്ടായി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരൊക്കെ സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ മക്കൾ പിഴച്ചു പോയതിന്റെ പേരിൽ ആസക്തമായ പരീക്ഷണത്തിനിരയായ പ്രവാചകന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, അതുപോലുള്ള പ്രവാചകന്മാരെ കുറിച്ച് പട്ടിണി കൊണ്ട് അള്ളാഹു പരീക്ഷിച്ച പ്രവാചകന്മാരുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈദ് അബീ താലിബിന്റെ താഴ്വരയിൽ പച്ചവെള്ളവും പച്ചിലയും ഭക്ഷിച്ചുകൊണ്ട് മാസങ്ങളോളം കഴിഞ്ഞുകൂടിയ ചരിത്രം സഹോദരങ്ങളെ നമുക്ക് ഇസ്ലാമിക ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. പരീക്ഷണങ്ങൾ പ്രവാചകന്മാരെ പിടിച്ചു മുറുക്കിയിട്ടുണ്ട്. വിശ്വാസികളായ നമ്മയും അല്ലാഹു പരീക്ഷിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജുഉ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വിശ്വാസികളെ, അല്ലാഹു നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ സമ്പത്ത് തിരിച്ചെടുത്തുകൊണ്ട് പടച്ചവൻ പരീക്ഷിക്കും. നിങ്ങളുടെ ആരോഗ്യം തിരിച്ചെടുത്തുകൊണ്ട് പരീക്ഷിക്കും. നിങ്ങൾക്ക് ഭയം നൽകിക്കൊണ്ട് പരീക്ഷിക്കും. നിങ്ങളുടെ സമ്പത്തിൽ ഏറ്റക്കുറച്ചിലുകൾ നൽകി പരീക്ഷിക്കും. വ്യത്യസ്ത തരത്തിൽ പടച്ചവന്റെ പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷണ ഘട്ടത്തിലൊക്കെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ അവസ്ഥ വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലയോട് കൂറു പുലർത്തുന്നവരായി. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ല എങ്ങനെ അരക്കിട്ടുറപ്പിക്കാം എന്നതിന് വിശുദ്ധ ഖുർആനിൽ വിശ്വാസി സമൂഹത്തിന് ഒരു പ്രവാചകനെ എടുത്തുകൊണ്ട് അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വദ്കുറു അബ്ദനാ അയ്യൂബ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, നമ്മുടെ ദാസനായ അയ്യൂബിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണേ. ഖിയാമത്ത് നാൾ വരെയും വരുന്ന വിശ്വാസികൾക്ക് പാഠം ഉൾക്കൊള്ളാൻ ഒരു പ്രവാചകനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ആ പ്രവാചകനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ. എന്തേ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രത്യേകത, പടച്ച റബ്ബ് നിരവധി നിഅമത്തുകൾ നൽകി അനുഗ്രഹിച്ച ഒരു പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാം. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിഅമത്തായിട്ട് കാണുന്ന 3 വസ്തുക്കളുണ്ട്. ആരോഗ്യം ഒരു നിഅമത്തായിട്ട് നാം കാണാറുണ്ട്. സമ്പത്ത് ഒരു നിഅമത്തായിട്ട് കാണാറുണ്ട്. അതുപോലെ സന്താനം ഒരു നിഅമത്തായിട്ട് നാം കാണാറുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് മുഴുവനും കൊടുത്തു. ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. മാത്രമല്ല വലിയ സമ്പന്നനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. 1000ഓളം പശുക്കളുടെ ഫാമുകളുള്ള, 1000കണക്കിന് ആട്ടിൻകൂട്ടങ്ങളുടെ ഫാമുകളുള്ള വമ്പൻ മുതലാളിയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, 1000ഓളം തൊഴിലാളികൾ അയ്യൂബ് നബിയുടെ കീഴിൽ പണിയെടുത്തിരുന്നു. 1000ഓളം തൊഴിലാളികൾ അയ്യൂബ് നബിയുടെ കീഴിൽ പണിയെടുത്തിരുന്നു. അതുപോലെ ഇമാം മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൽ അംബിയായിൽ അയ്യൂബ് നബിയുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ പഠിപ്പിച്ചു തന്നു, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 16 മക്കളുണ്ടായിരുന്നു. 16 മക്കളുടെ പിതാവായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാം. 16 മക്കളുടെ പിതാവ്. എല്ലാ നിഅമത്തുകളും അല്ലാഹു കൊടുത്തു. സഹോദരങ്ങളെ, പടച്ച റബ്ബ് പരീക്ഷിച്ചു അയ്യൂബ് നബിയെ. അയ്യൂബ് നബിയുടെ ആദർശം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷിക്കുകയാ. എങ്ങനെയായിരുന്നു? ഒന്നാമതായിട്ട് പടച്ച റബ്ബ് കൈവച്ചത് അയ്യൂബ് നബിയുടെ സമ്പത്ത് തിരിച്ചെടുത്തുകൊണ്ടായിരുന്നു. തന്റെ സമ്പത്തിൽ അല്ലാഹു പരാജയം നൽകി, ബിസിനസ്സിൽ പരാജയം നൽകി. പലതും കൊള്ള ചെയ്യപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടു. പരമദാരിദ്ര്യത്തിന്റെ കൊടും മേഖലയിലേക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാം കൂപ്പുകുത്തി. പരമദരിദ്രനായി. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലയോട് കൂറു പുലർത്തിയത് എങ്ങനെയെന്ന് പരീക്ഷിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പരീക്ഷിച്ചു അയ്യൂബ് നബിയെ.
തന്റെ സമ്പത്ത് പോയപ്പോഴും പടച്ചവനെ കൈവിട്ടില്ല. പടച്ചവൻ എന്ത് എന്നോടും എന്റെ കുടുംബത്തോടും ഇങ്ങനെയെന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പഴിച്ചില്ല. അള്ളാഹുവിൽ പൂർണ്ണമായും തവക്കുലേൽപ്പിച്ചു അയ്യൂബ് നബി അലൈഹി സ്വലാം. രണ്ടാമതായിട്ട് പടച്ചുറബ് കൈവച്ചത് അയ്യൂബ് നബിയുടെ പൊന്നുമക്കളെ തിരിച്ചെടുത്തുകൊണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ വേർപാട് സംഭവിച്ചു. അതിന്റെ ജനാസ പരിപാലനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അടുത്ത പൊന്നുമോന്റെ വേർപാട് നേർക്കുനേരെ കാണുകയാ. അതിന്റെ പരിപാലനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അടുത്ത പൊന്നുമോളുടെ വേർപാട് നേർക്കുനേരെ കാണുകയാ. ഒന്നിന് പുറകെ ഒന്നായ പരീക്ഷണങ്ങൾ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പിടിച്ചു മുറുക്കി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർണ്ണമായും അള്ളാഹുവിൽ ഏൽപ്പിച്ചു. പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ പഴിക്കാൻ തയ്യാറായില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയതിൽ പൂർണ്ണ സംതൃപ്തനായിക്കൊണ്ട് ആ പരീക്ഷണങ്ങളെ ഏറ്റെടുക്കാനുള്ള അചഞ്ചലമായ മനസ്സിന്റെ ഉടമയായ അയ്യൂബ് നബി അലൈഹി സ്വലാം. മൂന്നാമത് പടച്ചുറബ് വെറുതെ വിട്ടില്ല. അയ്യൂബ് നബിയുടെ ആരോഗ്യത്തിൽ കൈവച്ചു. സാധാരണ രോഗമാണ് സഹോദരങ്ങളെ അയ്യൂബ് നബിക്ക് കൊടുത്തത്. നാട്ടുകാരും വീട്ടുകാരും വെറുക്കുന്ന തരത്തിലുള്ള രോഗം കൊടുത്തു. നാട്ടുകാരെ മുഴുവനും ബഹിഷ്കരിച്ചു അയ്യൂബ് നബിയെ. വീട്ടുകാരെ മുഴുവനും ബഹിഷ്കരിച്ചു. ഭാര്യയും ഭാര്യ സന്താനവുമല്ല, ഭാര്യ സഹോദരനുമല്ലാത്ത മുഴുവൻ ആളുകളും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹിഷ്കരിച്ചു എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ബഹിഷ്കരിച്ചു. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ല ആവശ്യം നിറവേറ്റാനുണ്ടോ എന്ന് ചോദിക്കാൻ ഭാര്യയും ഭാര്യ സഹോദരൻ പലപ്പോഴും വരുമെന്നല്ലാതെ അവരും അകന്നു നിൽക്കാൻ തുടങ്ങി. ഒരു ദിവസം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, എന്താ ആവശ്യം, എന്ത് ആവശ്യമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു അയ്യൂബ് നബി. ഭാര്യ സഹോദരൻ ഒരു മറപ്പുരയുണ്ടാക്കി വെള്ളം തയ്യാറാക്കി വെച്ചു. അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോയി ഇരുത്തി കുളിക്കാൻ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രമൊന്നഴിച്ചു. താൻ ധരിച്ചിരിക്കുന്ന കമീസ് ഒന്നഴിച്ചു. സഹോദരങ്ങളെ, ആ ശരീരത്തിലേക്കൊന്ന് നോക്കി. വൃണാവൃതമായിരുന്നു ആ ശരീരം. വൃണാവൃതമായിരുന്നു ആ ശരീരം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുളയുണ്ടായി. അതിൽ നിന്നും പുഴുക്കളും ചലവും ഒലിച്ചുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുമ്പോ മനസ്സ് പൊട്ടിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനെ വിളിച്ചിറങ്ങും. സൂറത്തുൽ അംബിയാഇന്റെ 83-ാമത്തെ വചനം, സൂറത്തു സ്വാദിന്റെ 41-ാമത്തെ വചനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് ഭാഗത്ത് എടുത്തു ധരിക്കുന്നുണ്ട്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറ് വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആരോഗ്യത്തിൽ ഏറ്റവും അവസാനം പടച്ചുറബ് കൈവച്ചപ്പോ വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചു, തന്റെ രക്ഷിതാവിനെ വിളിച്ചു. അന്നി മസ്സനിയൽ ദുർറ് വഅന്ത അർഹമുർ റഹീമീൻ. നാഥ, എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു. ഒരു ജോത്സ്യനിലേക്കും ഞാൻ അഭയം തേടുന്നവനല്ല, ഒരു മന്ത്രവാദിയിലേക്കും പോകുന്നവനല്ല, ഒരു ആൾ ദൈവത്തിലേക്കോ ഒരു സൃഷ്ടിയിലേക്കോ ഒരു മലക്കിന്റെയോ ഒരു ജിന്നിന്റെയോ സഹായം ആവശ്യപ്പെടുന്നവനല്ല. അന്നീ മസ്സനിയൽ ദുർറ് വഅന്ത അർഹമുർ റഹീമീൻ. എനിക്ക് ദുരിതം ബാധിച്ചു റബ്ബേ, നീയാണ് കരുണാവാരിധി, നിന്നിലേക്ക് മാത്രമേ ഞാൻ അഭയം തേടൂ എന്ന തവക്കുൽ ബോധത്തിൽ അധിഷ്ഠിതമായ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള അചഞ്ചലമായ വിശ്വാസം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു. സഹോദരങ്ങളെ, പടച്ച റബ്ബി ഇടപെട്ടു. സൂറത്തുൽ അംബിയാഇന്റെ 84-ാമത്തെ വചനത്തിൽ പടച്ച റബ്ബ് പറയുന്നു, ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിലേക്ക് അഭയം തേടിയപ്പോ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിൽ പോലും പടച്ചവനെ പഴിക്കാതെ പടച്ചവനിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കുലേൽപ്പിച്ചുകൊണ്ട് അയ്യൂബ് നബി കടന്നു വന്നപ്പോ ഫസ്തജബ്നാ ലഹു, അയ്യൂബിന് നാം മറുപടി കൊടുത്തു കൂട്ടരെ. അല്ലാഹ് പറയുകയാ, അയ്യൂബിന് നാം മറുപടി കൊടുത്തു കൂട്ടരെ. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറ്, അയ്യൂബിന് ബാധിച്ച മുഴുവൻ ദുരിതങ്ങളും നാം മാറ്റിക്കൊടുത്തു. അയ്യൂബിന് ബാധിച്ച മുഴുവൻ ദുരിതങ്ങളും മാറ്റിക്കൊടുത്തു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അയ്യൂബ് നബിയുടെ സന്താനങ്ങൾക്ക് പകരമായി സന്താനത്തെ കൊടുത്തു.
സമ്പത്തിന് പകരമായി സമ്പത്തിന് കൊടുത്തു. തന്റെ ആരോഗ്യത്തിന് തുല്യമായ ആരോഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തു. എല്ലാ നിലക്കും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പടച്ച റബ്ബ് പകരം നൽകിയെന്ന് ഈ ലോകത്ത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലയോട് കൂറു പുലർത്തുന്ന ഒരാൾക്ക് പൂർണ്ണമായും പടച്ച റബ്ബിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് അയ്യൂബ് നബിയുടെ ചരിത്രം എടുത്തു ധരിച്ചുകൊണ്ട് പടച്ച റബ്ബ് പറയുന്നു, റഹ്മത്തൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. ആ സംഭവം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. റഹ്മത്തൻ മിൻ ഇൻദിനാ, അയ്യൂബിനോട് കാണിച്ച ആ സ്നേഹമുണ്ടല്ലോ, ആ കരുണയുണ്ടല്ലോ, നമ്മുടെ അടുക്കലുള്ള കാരുണ്യമാണ് കൂട്ടരെ, നമ്മുടെ അടുക്കലുള്ള കാരുണ്യമാണ് കൂട്ടരെ. വദിക്റാ ലിൽ ആബിദീൻ, ഖിയാമത്ത് നാൾ വരെയും വരുന്ന മുഴുവൻ അടിമകൾക്കും അയ്യൂബ് നബിയുടെ ചരിത്രം ഒരു പാഠമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു എങ്കിൽ സഹോദരങ്ങളെ, ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലയോട് കൂറു പുലർത്തേണ്ടത് എന്ന് അയ്യൂബ് നബിയുടെ ചരിത്രം പാഠമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ആ ഒരു തലത്തിൽ അയ്യൂബ് നബി പഠിപ്പിച്ചതുപോലെ, പാഠം പഠിപ്പിച്ചതുപോലെ, അല്ലാഹു അയ്യൂബ് നബിയിലൂടെ പാഠം പഠിപ്പിച്ചതുപോലെ ഒരു വിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗ്ഗാവകാശികൾ. മാത്രമല്ല മിഫ്താഹുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ താക്കോൽ കരഗതമാക്കിയവർ ആവുകയാണ് ചെയ്യുന്നത് പൂർണ്ണമായും. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, പരീക്ഷണ ഘട്ടത്തിൽ, മുസീബത്തിന്റെ ഘട്ടത്തിൽ ഒരാൾ പൂർണ്ണമായും അല്ലാഹുവിൽ ഏൽപ്പിക്കാൻ തയ്യാറായാൽ അവന് സ്വർഗം മാത്രമല്ല നൽകുന്നത്, സ്വർഗത്തിൽ ഒരു വീട് തന്നെ കൊടുക്കാമെന്ന് പടച്ച റബ്ബ് നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. അല്ലാഹുവിൽ പൂർണ്ണമായും ഏൽപ്പിക്കുന്ന ഒരടിമക്ക് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മത വലദുൽ അബ്ദ്, ഒരു അടിമയുടെ കുട്ടിയുടെ വേർപാട് സംഭവിക്കുകയാണ്. ഒരു കുട്ടിയുടെ വേർപാട് സംഭവിക്കുന്നു, മാതാപിതാക്കളുടെ സമക്ഷത്തിൽ വേർപാട് സംഭവിക്കുകയാണ്. ആ റൂഹുമായിട്ടും മലക്കുൽ മൗത്ത് മാലാഖമാർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. പടച്ച റബ്ബിന്റെ ഒരു ചോദ്യമുണ്ട്, അവരുമായിട്ടൊരു സംഭാഷണമുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മാലാഖമാരോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും, അഖബലതും വലദ അബ്ദി, അഖബലതും വലദ അബ്ദി, എന്റെ ഇന്ന അടിമയുടെ കുട്ടിയുടെ റൂഹിനെ നിങ്ങൾ എടുത്തോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. മാലാഖമാര് പറയും, ബല, അതെ ഞങ്ങൾ എടുത്തു. വീണ്ടും പടച്ചവന്റെ ചോദ്യം, അഖബലതും സംറത ഫുആദ അബ്ദി, എന്റെ ഇന്ന അടിമയുടെ കരളിന്റെ കഷണത്തെ നിങ്ങൾ പറിച്ചെടുത്തോ? അല്ലാഹു ചോദിക്കും, എന്റെ ഇന്ന അടിമയുടെ കരളിന്റെ കഷണത്തെ നിങ്ങൾ പറിച്ചെടുത്തോ? അപ്പോഴും മലക്കുകൾ പറയും, ബല, അത് ഞങ്ങൾ എടുത്തു റബ്ബേ, ഞങ്ങൾ എടുത്തു റബ്ബേ. പടച്ചവന് പിന്നീട് അറിയേണ്ടത്, മാദാ ഖാലൽ അബ്ദു, മാദാ ഖാലൽ അബ്ദു, എന്റെ അടിമയുടെ കുട്ടിയുടെ വേർപാട് സംഭവിക്കുമ്പോ അവിടെയുള്ള മാതാപിതാക്കളുണ്ട്, അവന്റെ ബന്ധുമിത്രാദികളുണ്ട്, അവളുടെ ബന്ധുമിത്രാദികളുണ്ട്, അവരുടെ പ്രതികരണം എന്താണ് എന്ന് മലക്കുകളോട് ചോദിക്കുകയാണ്. അല്ലാഹുവിനറിയാം പ്രതികരണം, പക്ഷേ മലക്കുകളിലൂടെ അത് കേൾക്കാൻ പടച്ചവൻ ആഗ്രഹിക്കുന്നു. മലക്കുകളിലൂടെ അത് കേൾക്കാൻ അല്ലാഹു ആഗ്രഹിക്കുകയാണ്. മാദാ ഖാലൽ അബ്ദു, ആ അടിമ എന്താണ് പറഞ്ഞത്? അവൻ ഒരു പരീക്ഷണം നേരിട്ടപ്പോ, ഒരു മുസീബത്ത് നേരിട്ടപ്പോ, അവന്റെ പൊന്നുമോളുടെ വേർപാട് നേർക്കുനേരെ കണ്ടപ്പോ അവിടെയുള്ള രക്ഷിതാക്കളുടെ പ്രതികരണം എന്താണ്? മലക്കുകളെ, മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅക, നാഥാ, മുസീബത്ത് ബാധിച്ചപ്പോൾ, പരീക്ഷണം നേരിട്ടപ്പോ, ആ വേർപാട് നേർക്കുനേരെ കാണുമ്പോ അവര് നിന്നെ പഴിച്ചില്ല റബ്ബേ, എന്നോടും എന്റെ കുടുംബത്തോടും എന്തേ റബ്ബേ ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനെ പഴിക്കാൻ അവർ തയ്യാറായില്ല റബ്ബേ. ഹമിദക, നിന്നെ അവർ സ്തുതിച്ചു. വസ്തർജഅക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറഞ്ഞു. മലക്കുകൾ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാഥാ, മുഴുവനും നിന്റെ അധീനതയിലാണ്, നിന്നിൽ നിന്നുള്ളതാണ്, നിന്റെ അധീനതയിലാണ് എന്ന ആ തവക്കുൽ ബോധം അവർ പ്രഖ്യാപിച്ചു റബ്ബേ.
ആ സമയത്ത് അള്ളാഹുവിന്റെ ഒരു പ്രതികരണമുണ്ട്. ഒരു മുസീബത്ത് ബാധിച്ചപ്പോൾ, ഒരു പരീക്ഷണം നേരിട്ടപ്പോ പൂർണ്ണമായും അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ അവര് പ്രഖ്യാപിച്ച കലിമത്ത് തൗഹീദിനോട് കൂറുപുലർത്താൻ തയ്യാറായ എന്റെ അടിമയുണ്ടല്ലോ, ഇബ്നുലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ അടിമയ്ക്ക് സ്വർഗത്തിൽ നിങ്ങൾ ഒരു വീട് പണിയണം, ഒരു ബിൽഡിങ്ങിനെ നിങ്ങൾ നിർമ്മിക്കണം. സുമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീട്ടിന് നിങ്ങൾ പേരിടണം സ്തുതിക്കപ്പെട്ടവന്റെ ഭവനം എന്ന്. സഹോദരങ്ങളെ, ആലോചിക്കുക. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പൂർണ്ണമായും പടച്ചവനെ തവക്കുലേൽപ്പിക്കുന്നവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന ഉന്നത സ്ഥാനത്തെക്കുറിച്ചാണ്. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ തയ്യാറാകുന്ന വിശ്വാസികൾക്ക് അടിസ്ഥാനപരമായ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഉന്നത സ്ഥാനത്തെക്കുറിച്ച് നാം വിലയിരുത്തണം സഹോദരങ്ങളെ. എന്നിട്ട് നാം മത്സരിക്കണം. ആദർശത്തിന്റെ കാര്യത്തിൽ, വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന കാര്യത്തിൽ, പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഘട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ പൂർണ്ണമായും ഏൽപ്പിക്കാൻ തയ്യാറാകുന്നവർക്കാണ് സ്വർഗമുള്ളത്. ഉലൈക അസ്ഹാബുൽ ജന്ന എന്ന് ഖുർആൻ പറഞ്ഞു എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അത്തരക്കാർക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്ന്. മാത്രമല്ല, വീണ്ടും സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ തയ്യാറാകുന്ന വിശ്വാസികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൂട്ടരെ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വഴി എളുപ്പമാകണോ? സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്വഹാബത്തിനോട് പറയുകയാ, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഒരാള് ദീൻ പറയുന്ന സദസ്സ് അന്വേഷിച്ച് പോകുകയാ, ദീൻ പഠിക്കാൻ പോകുകയാ, ഖുർആൻ പഠിക്കാൻ പോകുകയാ. ഖുർആനിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അത്തരത്തിലുള്ള വേദികൾ അന്വേഷിച്ചിട്ട് അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പഠിക്കാൻ, പടച്ചവന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ, പ്രവാചകന്റെ സുന്നത്ത് അത് പഠിക്കാൻ, അതിനുള്ള വേദികൾ അന്വേഷിച്ച് പോകുന്ന ഒരാളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, സഖലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. സ്വർഗത്തിലേക്കുള്ള വഴിയും എളുപ്പമാക്കി തരും. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വർഗത്തിൽ എന്റെ സാമീപ്യം നിങ്ങൾക്ക് വേണോ? സ്വർഗത്തിൽ എന്റെ സാമീപ്യം നിങ്ങൾക്ക് വേണോ? മഹാനായ പ്രവാചകന്റെ രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, അന വകാഫിൽ യതീമി ഹകദാ ഫിൽ ജന്ന, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാനുള്ള മാർഗം പഠിപ്പിച്ചു തരികയാ. എന്റെ സാമീപ്യം വേണോ സ്വർഗത്തിൽ? നിങ്ങൾ അനാഥകളെ സംരക്ഷിക്കാൻ തയ്യാറായിക്കോ, അഗതികളെ സംരക്ഷിക്കാൻ തയ്യാറായിക്കോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബീഅ റളിയല്ലാഹു തആല അൻഹു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഹാബിയാണ് റബീഅ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ പ്രവാചക, അങ്ങയുടെ സാമീപ്യം നാളെ സ്വർഗ്ഗ പരലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നു പ്രവാചക, അതിനു വേണ്ടി പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കണേ റസൂലേ എന്ന് റബീഅ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എന്റെ സാമീപ്യം നിനക്ക് വേണോ? നാളെ സ്വർഗത്തിൽ എന്റെ സാമീപ്യം വേണോ? സുജൂദിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം. സുജൂദിനെ വർദ്ധിപ്പിച്ചു. സുജൂദിനെ വർദ്ധിപ്പിക്കുന്ന ഒരാൾക്ക് നാളെ പരലോകത്തിൽ ലഭിക്കുന്ന ഉന്നത സ്ഥാനത്തെ കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നമുക്ക് ലഭിക്കുകയാണ്. മാത്രമല്ല, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കാനുള്ള ആഗ്രഹമുണ്ട് കൂട്ടരെ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും അതിന്റെ അകത്തളത്തിലേക്ക് ആനയിക്കപ്പെടുന്ന അവസ്ഥ വേണോ സഹബത്തെ, വിശ്വാസികളെ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സ്വഹാബത്തിനോട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഹു
ഒരാൾ ഉളു ഉണ്ടാക്കുകയാ, നിങ്ങൾ നിന്നും ഒരാൾ ഉളു ഉണ്ടാക്കുകയാ. അയാള് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ വുളു പൂർണ്ണമാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി കൊണ്ട് ആരംഭിച്ച് അവസാനം കാലുകൾ കഴുകുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുത്തു സ്വഹാബത്തിന്. ആ രൂപത്തിലുള്ള വുളു പഠിപ്പിച്ചു. അതിന്റെ ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം കഴിയുമ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല. ഓരോ അവയവങ്ങൾ കഴിയുമ്പോഴും പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളുവിന്റെ രൂപം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആ രൂപത്തിൽ ഒരാൾ വുളു ഉണ്ടാക്കി. എന്നിട്ട് സുമ്മ യഖൂൽ, കാലുകൾ കഴുകിയതിന് ശേഷം അവൻ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. രണ്ട് റിപ്പോർട്ടിൽ വ്യത്യസ്ത തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ രൂപത്തിലുള്ള പ്രാർത്ഥന, ആ ദിക്റിനെ ഒരാൾ പറയുകയും ചെയ്താൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബു ജന്നത്തി സമാനിയ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവർക്ക് വേണ്ടി അല്ലാഹു മലക്ക തുറന്നു കൊടുക്കും. എത്ര നിസ്സാരമായ ഒരു പ്രവർത്തനം സഹോദരങ്ങളെ! നിത്യവും നാം ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ലേ? ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ വുളു ചെയ്തിട്ട് ആ വുളുവിന്റെ അവസാനം ഈ പ്രാർത്ഥനയും ഒരാൾ പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മലക്ക തുറന്നിട്ട് മാലാഖമാര് വിളിച്ചു പറയും, ഇഷ്ടമുള്ള വാതിലിലൂടെ നിങ്ങൾ പ്രവേശിച്ചോ എന്ന് പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം വേണമെങ്കിൽ റവാത്തിബ് സുന്നത്തുകൾ നിങ്ങൾ കൃത്യമായിട്ടെടുത്തോ, നിങ്ങൾക്ക് സ്വർഗത്തിൽ വീട് തരാം. അള്ളാന്റെ റസൂലിന്റെ ഓഫറുകളാണ് സഹോദരങ്ങളെ. ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് കൂട്ടരെ രോഗിയെ സന്ദർശിച്ചവർ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് രോഗിയെ സന്ദർശിച്ചവർ? സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് എല്ലാ കൈകളും ഉയരുന്നതിന് മുന്നേ ഒരു കൈ ഉയരുകയാ. അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് പ്രവാചക, ഞാനുണ്ട് പ്രവാചക. വീണ്ടും പ്രവാചകന്റെ ചോദ്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ടെന്ന് സുന്നത്ത് നോമ്പെടുത്തവർ? അപ്പോഴും ഒരു കൈ ഉയരുന്നു. അന യാ റസൂലല്ലാഹ്, കൈകൾ മുഴുവനും ഉയരുന്നതിന് മുന്നേ ഒരു കൈ മുകളിലേക്ക് ഉയരുകയാ, ഞാനുണ്ട് റസൂലെ. വീണ്ടും പ്രവാചകന്റെ ചോദ്യം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ ജനാസയെ അനുഗമിച്ചവരാരുണ്ട്? അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് പ്രവാചക. രോഗികളെ സന്ദർശിച്ചവർ, ജനാസയെ അനുഗമിച്ചവർ, സുന്നത്ത് നോമ്പെടുത്തവർ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഞാനുണ്ട് നബിയെ, ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈ മുകളിലേക്ക് ഉയർന്നു. എങ്കിൽ ആരാണ് കുട്ടരെ ആന? ആരാണ് ഞാൻ? ആരാണ് ഞാൻ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ നോക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതുപോലെ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന അബൂബക്കറിനെ പോലെയുള്ളവർക്ക് അല്ലാഹു സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നു കൊടുക്കാതിരിക്കുമോ കൂട്ടരെ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. എങ്കിൽ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ കഴിയുന്ന നിരവധി കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിരവധി കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. ഇതെല്ലാം പറയുമ്പോഴും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങളങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന്, പെട്ടെന്നങ്ങ് പോകാമെന്ന് വ്യാമോഹിക്കുന്നുണ്ട് കൂട്ടരെ? സ്വർഗത്തിലേക്ക് എളുപ്പമങ്ങ് പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പൂർവികരായ ജനങ്ങൾ ഏറ്റുവാങ്ങിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു പോകാതെ സ്വർഗത്തിലേക്കങ്ങ് പ്രവേശിക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടോ? കടന്നുപോയ മുഴുവൻ വിശ്വാസികളെയും അല്ലാഹു അവരുടെ ആദർശരംഗത്ത് പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ആദർശരംഗത്ത് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് പടച്ചറബ്.
അവരുടെ ആദർശം പിടിച്ചു കുലുക്കി പടച്ചവൻ. എത്രത്തോളം അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് ഇറങ്ങുക എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക്, അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങാതെ സ്വർഗത്തിലേക്ക് അങ്ങ് എത്താമെന്നും നിങ്ങൾ വ്യാമോഹിക്കേണ്ട പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആരോടാണ് സഹോദരങ്ങളെ ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കേൽപ്പിച്ചത്? ആരുടെ മുന്നിലാണ് ഓതിക്കേൽപ്പിച്ചത്? മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാ. ഷർട്ട് ധരിക്കാൻ കഴിയുന്നില്ല. ഒരു തോർത്തുമുണ്ട് പുതച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാ. എന്റെ ചുട്ടുപഴുത്തു കൊള്ളുന്ന എന്തിനാലുള്ള പരവതാനിയിൽ മലർത്തി കിടത്തിയിട്ട് ഖബ്ബാബിന്റെ ശരീരത്തിന്റെ പിന്നാമ്പുറം പൊള്ളിച്ചു. മത്സ്യം പൊള്ളിക്കുന്നത് പോലെ പൊള്ളിച്ചു. ശരീരത്തിന്റെ പിന്നാമ്പുറം പൊള്ളിയിട്ട് രക്തവും ചലവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ശരീരത്തിൽ ഇരുമ്പിനാലുള്ള ചീർപ്പ് കൊണ്ട് വലിച്ചിട്ട് ശരീരം മാന്തി പിളർന്നിട്ടുണ്ട്. ആ ശരീരം വേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്ത ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, അലാ തദഉ ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചക കാണുന്നില്ല പ്രവാചക പീഡനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ? മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് ഇറങ്ങുക റസൂലേ? മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു. ഹബീബായ പ്രവാചകൻ ഓതിക്കേൽപ്പിച്ചു, ഖബ്ബാബേ, കടന്നുപോയ വിശ്വാസികൾ ഇതിലും വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള പീഡനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും മേഖലകൾ താണ്ടാതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രതികരിച്ചു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന വേദിയിൽ നിലയുറപ്പിച്ചതിന്റെ പേരിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ചുട്ടുപഴുത്തു കൊള്ളുന്ന മണലാരുണ്യത്തിലേക്ക് ദുവസ്ത്രനാക്കി നഗ്നനാക്കി ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മലർത്തിക്കിടത്തിയിട്ട് ബിലാലിന്റെ നെഞ്ചിലേക്ക് വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചിട്ട് ബിലാലിന്റെ 2 കാലുകളും ഒട്ടകത്തിന്റെ പിൻകാലുകളിലേക്ക് കെട്ടിയിട്ട് ആ ഒട്ടകത്തെ മുന്നോട്ടാക്കി തെളിയിക്കുമ്പോ ബിലാലിന്റെ നെഞ്ചിലിരിക്കുന്ന പാറക്കല്ലിന്റെ ഭാരം കൊണ്ട് ആ നെഞ്ച് താഴെ കമർന്നുകൊണ്ടിരിക്കുമ്പോ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ പറഞ്ഞു, വിളിയടാ ലാത്ത, വിളിയടാ ഉസ്സ. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ബിലാലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ സിദ്ധികളെ വിളിച്ചോ, മൺമറഞ്ഞു പോയ മഹാന്മാരെ വിളിച്ചോ, നിനക്ക് മോചനമുണ്ട്, നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താമെന്ന് പറയുമ്പോഴും മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലിരിക്കുന്ന പാറക്കല്ലിന്റെ ഭാരം കൊണ്ട് ആ നെഞ്ചു താഴെ കമർന്നുകൊണ്ടിരിക്കുമ്പോ ശ്വാസമൊന്ന് അയച്ചുവിടാൻ കഴിയാത്ത ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. തൗഹീദിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനം ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയുമ്പോൾ ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറിന്റെ പ്രഹരം ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ രംഗം കണ്ടിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിയിട്ട് ഹബീബായ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, കാണുന്നില്ല നബിയെ, ബിലാലിനെ പോലെയുള്ള വിശ്വാസികളെ ക്രൂരമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങ് കാണുന്നില്ല റസൂലേ എന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, അം ഹസ്ബതും അൻ തദ്ഖുലുൽ ജന്ന. ഇത്തരത്തിലുള്ള പീഡനങ്ങളും പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങാതെ നിങ്ങളങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വ്യാമോഹിക്കുന്നുണ്ട് കൂട്ടരെ? അല്ലാഹ് ചോദിക്കുന്നു. പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങും, പ്രതിസന്ധികൾ ഉണ്ടാകും, ആദർശം അല്ലാഹു ചോദ്യം ചെയ്യും, ആദർശരംഗത്ത് പടച്ചവൻ പിടിച്ചു കുലുക്കും. ആ സമയത്തൊക്കെയും അല്ലാഹുവെ പൂർണ്ണമായും ഏൽപ്പിച്ചുകൊണ്ട് പടച്ചവനിൽ തവക്കുലേൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഉന്നതമായ ആദർശം ഉയർന്നു നിൽക്കാനുള്ള പരിശ്രമത്തിൽ വ്യാപൃതരാകുമ്പോഴാണ് സഹോദരങ്ങളെ സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഹിദായത്ത് തന്നു, പടച്ച റബ്ബ് നമുക്ക് ഹിദായത്ത് തന്നു. അല്ലാഹുവിനെ അറിയാൻ, പ്രവാചകന്റെ സുന്നത്തുകൾ അടുത്തറിയാൻ, പരിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പഠിക്കാൻ
ഒക്കെയുള്ള അവസരങ്ങൾ തന്നു. ലോകത്തിന്റെ നാടിന്റെ നാനാഭാഗത്തും ശിർക്ക് തഴച്ചു വളരുകയാണ്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും രംഗം അടക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ പരലോകത്ത് പടച്ച റബ്ബ് എന്നോടും നിങ്ങളോടും ചോദിക്കും, ഇത്തരം ജനങ്ങൾക്ക് നാം ഉൾക്കൊണ്ട ആദർശം എന്തേ എത്തിച്ചില്ല എന്ന്, എന്തേ ആ സന്ദേശം കൈമാറിയില്ല എന്ന് പടച്ച റബ്ബ് നമ്മോട് ചോദിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കാരണം ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ, ഞാൻ കാരണം ഒരാൾ സത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നാൽ, ഈ ലോകവും അതിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാളും വലുതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നാം മത്സരിച്ചുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കാൻ നാം തയ്യാറാകണം. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ തയ്യാറാകണം. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആവർത്തിക്കുന്നത്. രണ്ട് ഭാഗത്ത് നമ്മോട് പറയുന്നത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മറ്റൊരു ഭാഗത്ത് വസാബിഖു, നിങ്ങൾ മത്സരിക്കണേ, നിങ്ങൾ ധൃതി കാണിക്കണേ, സ്വർഗം നേടിയെടുക്കാനുള്ള പരിശ്രമത്തിൽ വ്യാപൃതരാകണേ, ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളിൽ സജ്ജരാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നാം ഈ ദൗത്യം ഏറ്റെടുത്തില്ല എങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ആ സുന്ദരമായ പഠനത്തിന്റെ ഭാഗമായുള്ള ഖുർആനിന്റെ 18ാം ഘട്ടത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പോയ സുന്ദരമായ സന്ദേശം, നിങ്ങളുടെ മുന്നിലേക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ട് പോകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴക്കുകയില്ല. പ്രവാചകൻ പറഞ്ഞു, ഉമ്മി കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനാണ്. രണ്ട് പ്രവാചകന്റെ സുന്നത്തുമാ. സഹോദരങ്ങളെ, ആ ഖുർആനിന്റെ പ്രബോധന വീതിയിൽ നാം നിലയുറപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ ഒരു ജിഹാദായി നാം ഏറ്റെടുക്കേണ്ട പ്രവർത്തനമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് ഖുർആനിന്റെ പ്രചരണം എന്നത്. അല്ലാഹു പറയുന്നു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ നടത്തേണ്ട ഏറ്റവും വലിയ ജിഹാദ് അത് ആയുധം കൊണ്ടുള്ള ജിഹാദല്ല, അത് വാളുകൊണ്ടുള്ള ജിഹാദല്ല. വജാഹിദുഹും ബിഹി, പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് ഏറ്റവും വലിയ ജിഹാദ് അതാണ്. ആ ഖുർആനിന്റെ സന്ദേശത്തിന്റെ പ്രചാരകരാകുക, അത് പഠിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, സ്വർഗത്തിന് വേണ്ടി മത്സരിച്ച് മുന്നേറാൻ പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.